ഡി കസ്റ്റഡിയുടെ കാലാവധി അവസാനിക്കുന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. വിഷ്ണു, അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുക എന്ന് പറയുന്നത് സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. പക്ഷേ ദില്ലിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു. വിവിധ AAP നേതാക്കളുടെ വസതികളിൽ ED റെയ്ഡ് തുടരുന്നു. കഴിഞ്ഞ ദിവസം കോടതിയുടെ ഭാഗത്തു നിന്നും EDക്ക് നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏത് രീതിയിലേക്കാണ് കാര്യങ്ങളെല്ലാം പുരോഗമിക്കുന്നത്? വിനിഷ, ഈ മദ്യനയ അഴിമതി കേസിൽ കസ്റ്റഡിയിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. ഇതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇന്ന് ഉച്ചയോടുകൂടി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ റൌസ് അവന്യൂ കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഹാജരാക്കുകയും ചെയ്യും. ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോഴും കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി നീട്ടി നൽകണം എന്നൊരു ആവശ്യം തന്നെയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഇന്നും കോടതിയിൽ മുന്നോട്ട് വയ്ക്കുക. അതേസമയം ഈ മദ്യനയ അഴിമതി കേസിൽ സത്യം ഇന്ന് കോടതിയിൽ വെളിപ്പെടുത്തുമെന്നാണ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ ഒരു സുനിതയുടെ ഈ ഒരു പ്രസ്താവന പല അഭ്യൂഹങ്ങൾക്കും കാരണമായിട്ടുണ്ട്. തെളിവ് സഹിതം കോടതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് ഇന്നലെ കെജ്രിവാളിന്റെ ഒരു സന്ദേശമായി പുറത്തു വരികയും ചെയ്തത്. അതോടൊപ്പം തന്നെ നിലവിൽ കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെ പല ഉത്തരവുകളും പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ അത് ചോദ്യം ചെയ്തുകൊണ്ടും കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് BJP ഹർജി നൽകിയിട്ടുണ്ട്. സുർജിത് സിംഗ് യാദവാണ് ആ ഒരു ഹർജി നൽകിയിരിക്കുന്നത്. ദില്ലി ഹൈക്കോടതി ഈ കെജ്രിവാളിനെതിരായിട്ടുള്ള BJP ഹർജി ഇന്ന് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇവിടെ ദില്ലിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള ചില നീക്കങ്ങൾ കൂടി നടക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ആം ആദ്മി നേതാക്കളൊക്കെ അറസ്റ്റിലായ ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു രാഷ്ട്രപതി ഭരണം വേണമെന്നൊരാവശ്യം BJP ഇപ്പോൾ ഉന്നയിക്കുന്നത്. ശരി വിഷ്ണു, അരവിന്ദ് കെജ്രിവാളിന്റെ ED കസ്റ്റഡി ഇന്ന് അവസാനിക്കും. ഇന്ന് ദില്ലി റോസ് അവന്യൂ കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ഹാജരാക്കും.